ആലപ്പുഴ നഗരസഭയിലെ മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയെന്ന് ആക്ഷേപം. കനാലുകളിൽ മാലിന്യം നിറഞ്ഞ് ഒഴുക്കു നിലച്ച അവസ്ഥയിലാണുള്ളത്. കാലവർഷം ശക്തിപ്പെട്ടാൽ പെയ്ത്തുവെള്ളം കനാലുകളിലൂടെ ഒഴുകി കടലിലെത്താത്ത അവസ്ഥയുണ്ടാകും. ഇത് വലിയ പ്രതിസന്ധിയാകും ആലപ്പുഴ നഗരത്തിന് സമ്മാനിക്കുക. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആലപ്പുഴയിലും പാളി. ആലപ്പുഴ നഗരപരിധിയിലെ വാടപ്പുഴയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. മഴവെള്ളം ഇതിലൂടെയാണ് ഒഴുകി കടലിലേക്ക് പോവേണ്ടത്. പക്ഷേ കാലവർഷം ഒരിക്കൽ കൂടി ശക്തിപ്പെട്ടാൽ മഴവെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കും എന്നുള്ള ഭീതിപ്പെടുത്തുന്ന വസ്തുതയാണ് ആലപ്പുഴക്കാർക്ക് മുന്നിലുള്ളത്. തോടുകൾ കൃത്യസമയത്ത് ക്ലീൻ ചെയ്യുക, റോഡുകളുടെ മുൻവശമുള്ള കാടുകളും മറ്റുമൊക്കെ വെട്ടിക്കളയുക, വൃത്തിഹീനമായി കിടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ കനാലുകളിൽ നീക്കം ചെയ്യുക. ഇതൊക്കെ ചെയ്യേണ്ട ജോലി മുനിസിപ്പാലിറ്റിയുടേതാണ്. പക്ഷേ ഈ ജോലിയെല്ലാം മറ്റാരോ ചെയ്യേണ്ടതാണെന്നുള്ള മട്ടിൽ അമ്പരന്ന് നിൽക്കുകയാണ് മുനിസിപ്പാലിറ്റി. 6 മാസമായി പുതിയ നഗരസഭ അധികാരത്തിൽ വന്നിട്ട്. ആലപ്പുഴയുടെ ജീവരേഖയായ കനാലുകൾ മാലിന്യവും പോളയും തിങ്ങി നിറഞ്ഞ് ഒഴുകാതെ കിടക്കുകയാണ്. ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾക്ക് പുറമെ അജ്ഞാതർ വലിച്ചെറിയുന്ന മാലിന്യങ്ങളും കനാലുകളിലുണ്ട്. മഴക്കാലത്തിന് മുന്നേ വൃത്തിയാക്കി ഒഴുക്ക് സുഗമമാക്കേണ്ട ഉത്തരവാദിത്തം നഗരസഭയുടേത്. എന്നാൽ തെരഞ്ഞെടുപ്പും പുതിയ ഭരണസമിതിയുടെ ചുമതലയേൽക്കലുമൊക്കെ മഴക്കാല പൂർവ്വ ശുദ്ധീകരണം ഇല്ലാതാക്കി. നിലവിൽ കനാലുകളുടെ അവസ്ഥ കാണുക. പ്രധാനപ്പെട്ട വാടക്കനാൽ ഉൾപ്പെടെ എല്ലാ കനാലുകളിലും പോള തിങ്ങിയിട്ട് മത്സ്യങ്ങളൊക്കെ ചത്തുപൊങ്ങാണ്. അതുങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള ഓക്സിജൻ മറ്റു കാര്യങ്ങൾ കിട്ടുന്ന സംവിധാനങ്ങളില്ല. ഇത് യഥാസമയത്ത് എടുത്തു മാറ്റാൻ കഴിയുന്ന സംവിധാനങ്ങൾ കാലാകാലങ്ങളിലുണ്ട്. ഇത് മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ടതാണ്. മഴക്കാലത്ത് ചെയ്യേണ്ട പ്രവൃത്തികളുണ്ട്. ഇറിഗേഷൻ ആണെങ്കിലും അതെ, നഗരസഭയാണെങ്കിലും അതെ. നഗരസഭ അക്കാര്യത്തിനകത്ത് ഒരു നിലപാടും നല്ല നിലയിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു പ്രതിസന്ധിയെ നഗരത്തിലേക്ക് തള്ളിക്കൊണ്ടുപോവുകയാണ്. കനാലുകൾക്കരികിലുള്ള വീടുകളിൽ കൊതുക് ശല്യം അതിരൂക്ഷം. കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ കലർന്ന വെള്ളം നഗരത്തിൽ കെട്ടിക്കിടക്കുന്നത് എലിപ്പനി, കോളറ, മഞ്ഞപ്പിത്തം, വയറിളക്ക രോഗങ്ങൾ എന്നിവ പടർന്നു പിടിക്കാനും കാരണമാകും. ഇപ്പോൾ നിലവിൽ തടസ്സപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഈ വെള്ളങ്ങൾ ഇവിടെ കെട്ടിക്കിടന്ന് തൊട്ടടുത്തുള്ള വീടുകളിലേക്കൊക്കെ കയറുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലെങ്കിലും ഇത് ശക്തമായിട്ടുള്ള രീതിയിൽ ഇതിനെതിരെ പ്രക്ഷോഭങ്ങൾ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും ആലപ്പുഴ ശുദ്ധീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. കനാലുകളെയും ഹൗസ് ബോട്ടുകളെയും ആശ്രയിച്ച് നിൽക്കുന്ന ആലപ്പുഴയിലെ ടൂറിസം മേഖലയ്ക്കും മാലിന്യവാഹിയായ കനാലുകൾ തിരിച്ചടിയാണ്. കനാൽ യാത്രകളിൽ നിന്ന് വിനോദസഞ്ചാരികളെ പിന്തിരിപ്പിക്കുന്നതാണ് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും ദുർഗന്ധവും. കാലവർഷം വീണ്ടും ശക്തിപ്പെടുമെന്ന മുന്നറിയിപ്പ് എത്തിയിട്ടും നഗരസഭയ്ക്ക് അനങ്ങാപ്പാറ നയം. തോടുകളിലെ മാലിന്യം നീക്കം ചെയ്യാനായി പ്രത്യേകം വാങ്ങിയ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ ആളില്ലെന്ന പേരിൽ നഗരസഭാ വളപ്പിൽ വെറുതെ കിടക്കുന്നു. മഴ ശക്തിപ്പെട്ട് കനാലുകൾ നിറഞ്ഞൊഴുകി നഗരത്തെ വെള്ളത്തിലാക്കരുതേ എന്നാണ് പൊതുജനം പറയുന്നത്. കനാലുകൾ വൃത്തിയാക്കി മഴവെള്ളം കടലിലേക്ക് എത്താൻ സുഗമമായ വഴി ഒരുക്കിയില്ലെങ്കിൽ ആലപ്പുഴ നഗരം സമാനതകളില്ലാത്ത വെള്ളപ്പൊക്കമായിരിക്കും നേരിടേണ്ടി വരിക. നഗരസഭ കണ്ണു തുറന്നേ മതിയാവൂ. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.